പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂർത്തി മുത്തശ്ശൻ ആരും അറിയാതെ സൂക്ഷിക്കുന്ന ആ രഹസ്യം എന്താണ്? നാഗേന്ദ്രനല്ല നെക്ലസ് മാറ്റിയതെന്നും നാഗേന്ദ്രൻ അറിയാതെ ജലജയാണ് അത് ബാങ്ക് ലോക്കറിലേക്ക് മാറ്റിയതെന്നുമുള്ള സത്യം മൂർത്തി മുത്തശ്ശനെ അറിയാമായിരുന്നിട്ടും മുത്തശ്ശൻ നാഗേന്ദ്രനെ അനന്തപുരിയിൽ നിന്നും പുറത്താക്കാനുള്ള കാരണം എന്താണ്? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ ലൈക്കും ഷെയറും വീഡിയോയ്ക്ക് ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ആ വിശേഷത്തിലേക്ക് പോകാം. ഒടുവിൽ ആദർശ് നാഗേന്ദ്രന്റെ നിരപരാധിത്വം ശങ്കരേട്ടിൽ നിന്നും മനസ്സിലാക്കി നയനയോട് പറയുകയാണ്. എന്നാലും അപ്പച്ചി ഇത്രയ്ക്ക് ദുഷ്ടയായ സ്ത്രീയായിരുന്നു പാവം നാഗേന്ദ്രനെങ്കിൽ. എത്ര വർഷമാണ് സ്വന്തം മക്കളുടെ സ്നേഹം കിട്ടാതെ ജീവിക്കേണ്ടി വന്നത്. നാഗേന്ദ്രനെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അഭിയും അവന്തികയും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സ്വഭാവക്കാരാവില്ലായിരുന്നല്ലേ ആദർശേട്ട എന്നൊക്കെ നയന ആദർശനോട് പറയുന്നുണ്ട് കേട്ടോ. അതേസമയം ജലജയ്ക്കാണെങ്കിൽ ആദർശും നയനയും എന്തോ ഒരു രഹസ്യം മറച്ചുവെക്കുന്നു എന്നൊരു തോന്നൽ അവരുടെ സ്വഭാവത്തിൽ നിന്നും ജലജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പലപ്പോഴും നയനയുടെയും ആദർശിൻ്റെയും അടുത്തു വരുന്ന ജലജയോട് മുൻപെങ്ങും പെരുമാറാത്ത രീതിയിലാണ് ഇവർ രണ്ടുപേരും പെരുമാറുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ജലജയ്ക്കാണെങ്കിൽ ചങ്കിടിപ്പേറുന്നുണ്ട് കേട്ടോ. അപ്പോഴും ആദർശ നയനോട് പറയും, നയനെ എന്തായാലും നെക്ലസിന്റെ വിഷയം മാത്രമല്ല നാഗേന്ദ്രനെങ്കിൽ ഇവിടെ നിന്ന് പോവാൻ കാരണം വേറെ എന്തോ വിഷയമുണ്ട്. എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് മറ്റും ആ കാരണം അറിയില്ലെന്ന്. അല്ലെങ്കിൽ അമ്മ എന്തായാലും നമ്മളോട് രണ്ടുപേരോടുമായിട്ട് ഇത് പറയാതിരിക്കില്ലായിരുന്നു. ശങ്കരേട്ടൻ അറിയാത്ത ആ രഹസ്യം എന്തായിരിക്കുമെന്ന് നയനയും ആദർശും തല പുകഞ്ഞാലോചിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നയന പറയുകയാണ്, ആദർശേട്ടാ നമുക്ക് നാഗേന്ദ്രനെങ്കിലെ പോയി കണ്ടാലോ? അല്ലെങ്കിലും അപ്പച്ചിയുടെ ഈ നീചമായ പ്രവൃത്തി കാരണം മുത്തശ്ശൻ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടതല്ലേ, അങ്കിളിനോട് മാപ്പും ചോദിക്കാമല്ലോ. ഒടുവിൽ നയനയെ കൂടാതെ ആദർശ് നാഗേന്ദ്രനെ കാണാൻ പോവുകയാണ്. ആദ്യമൊക്കെ നാഗേന്ദ്രൻ കുത്തുവാക്കുകളൊക്കെ പറയുമെങ്കിലും ആദർശിന്റെ നിസ്സഹായാവസ്ഥ കാണുമ്പോൾ അയാൾ ആദർശിനോട് ഉള്ളു തുറന്ന് സംസാരിക്കാൻ തയ്യാറാവും. അങ്കിൽ അപ്പച്ചി ചെയ്ത കുറ്റം അങ്കിൾ ഏറ്റെടുക്കുകയായിരുന്നുവെന്ന് ഞാൻ ശങ്കരേട്ടനിൽ നിന്നും മനസ്സിലാക്കിയിരുന്നു. അച്ഛനും ചെറിയച്ഛനുമൊക്കെ ഉണ്ടായിരുന്നിട്ടും മുത്തശ്ശൻ വിശ്വസ്തനായിരുന്നില്ല അങ്കിൾ. അങ്കിളിൽ നിന്നും ഇങ്ങനെ ഒരു വലിയ വീഴ്ച വന്നപ്പോൾ മുത്തശ്ശനെ അത് പൊറുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആദർശേ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. എൻ്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച തന്നെയാണ് ഉണ്ടായത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് നിന്റെ മുത്തശ്ശൻ അന്ന് കാണിച്ചില്ല. എൻ്റെ വാക്കുകൾക്ക് അന്ന് ചെവി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ മക്കളുടെ കൂടെ അനന്തപുരി തറവാട്ടിൽ ഉണ്ടാകുമായിരുന്നു. അതിനു പകരം തെറ്റ് ചെയ്ത അവൾ അകത്തും ഞാൻ പുറത്തുമായില്ലേ. മാത്രവുമല്ല ഷോപ്പിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച നിന്റെ മുത്തശ്ശൻ എന്നെ തല്ലിയത് മാത്രമല്ല എന്നെ അവിടെ നിന്നും തല്ലി പുറത്താക്കുകയും ചെയ്തു. ആ നാണക്കേടൊന്നും തനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് ആദർശിനോട് നാഗേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അങ്കിൽ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണോ അങ്കിളിനോട് മുത്തശ്ശനെ ഇത്രയും വൈരാഗ്യം വരാൻ കാരണം? എന്തോ എനിക്ക് ഈ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നില്ല. അങ്കിളിന് അറിയാമെങ്കിൽ എന്നോട് അതൊന്ന് ഷെയർ ചെയ്യൂ. അങ്കിളിൻ്റെ നിരപരാധിത്വം അത് ഞാൻ തെളിയിക്കാം. അതിനുള്ള സമയമൊക്കെ കടന്നുപോയി ആദർശ്. എങ്കിലും എന്നെ മനസ്സിലാക്കാൻ നീ ശ്രമിച്ചില്ലേ? ആ മനസ്സ് ഞാൻ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതല്ലാതെ വേറെ എന്താ കാരണം എന്തെന്ന് എനിക്കറിയില്ല. ജലജയെ ഞാൻ കെട്ടുന്നതിന് മുമ്പ് ജലജയ്ക്കൊരു പ്രണയം ഉണ്ടായിരുന്നുവെന്നും പക്ഷേ നിന്റെ മുത്തശ്ശൻ അതിന് സമ്മതിച്ചില്ല എന്നും കാരണം അവനൊരു കള്ളനും തെമ്മാടിയുമൊക്കെ ആയിരുന്നുവെന്നൊക്കെയാണ് നാഗേന്ദ്രൻ ആദർശിനോട് പറയുന്നത്. പിന്നീടാണ് ഞാനും ജലജയുമായിട്ടുള്ള വിവാഹം നടന്നത്. പക്ഷേ ജലജയ്ക്ക് അപ്പോഴും അയാളുമായി ബന്ധമുണ്ടായിരുന്നു. അനന്തപുരിയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഞാൻ പലതവണ ജലജയെ കാണാൻ ശ്രമിച്ചു. പക്ഷേ അവൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. എനിക്ക് മുഖം തരാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അത്രയ്ക്ക് വലിയ തെറ്റല്ലേ അവൾ എന്നോട് ചെയ്തത്. പിന്നീട് ഒരു ദിവസം അമ്പലത്തിൽ വെച്ചാണ് ജലജയെ കണ്ടതെന്നും അവളുടെ കൂടെ ആ കാമുകൻ ഉണ്ടായിരുന്നുവെന്നും നാഗേന്ദ്രൻ പറയുകയാണ്. നാഗേന്ദ്രൻ ഉടനെ അവരുടെ അടുത്തേക്ക് ചെല്ലും. നാഗേന്ദ്രനെ കണ്ട് ജലജ ഷോക്കാവുകയാണ്. ഇതാരായെന്ന് നാഗേന്ദ്രൻ ജലജയോട് ചോദിക്കുമ്പോൾ അത് തൻ്റെ കൂടെ പഠിച്ച സുഹൃത്താണെന്ന് ജലജ കള്ളം പറയുകയാണ്. പക്ഷേ ജലജയുടെയും അയാളുടെയും സംസാരം നാഗേന്ദ്രൻ കേട്ടിരുന്നു. അവനോട് ജലജ അവന്തിക അവനിലുണ്ടായ മകളാണെന്നും എൻ്റെ ഭർത്താവ് എന്നെയും മക്കളെയും വിട്ടു പോയെന്നുമൊക്കെ ജലജയുടെ കാമുകനോട് പറയുന്നുണ്ട് കേട്ടോ. നാഗേന്ദ്രൻ ഇതെല്ലാം കേട്ടിരുന്നു. അത് കേട്ട് അയാളാകെ തകർന്നു പോയി. അപ്പോൾ നീയും നിന്റെ അച്ഛനും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ച് ജലജയുമായി നാഗേന്ദ്രൻ വാക്കേറ്റമുണ്ടാവുകയാണ്. ഇതിനിടയിൽ ജലജയുടെ കാമുകൻ വന്ന് നാഗേന്ദ്രനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കും. പിന്നീട് അവർ രണ്ടുപേരും കൂടി ഉന്തും തള്ളുമാവുകയാണ്. ഒടുവിൽ നാഗേന്ദ്രനെ തള്ളി മാറ്റി തനിക്ക് ഇയാൾ ഇഷ്ടമാണെന്നും എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടമെന്നും ജലജ നാഗേന്ദ്രനോട് പറയും. എടി നിനക്ക് വേണ്ടിയാണ് ഞാൻ കള്ളനായത്. എന്നിട്ട് നാഗേന്ദ്രൻ ജലജയുടെ കാമുകനോട് പറയും, നീ ഇവളെ വിശ്വസിക്കരുത്. അവളുടെ സുഖജീവിതത്തിന് വേണ്ടി അവൾ എന്ത് ചെയ്യും, ഏതറ്റം വരെയും അവൾ പോകും എന്ന് പറഞ്ഞ് കുറ്റബോധത്തോടെ അയാൾ അവിടെ നിന്ന് പോവുകയാണ്.
അതുകൊണ്ടാണ് അയാൾക്ക് അനന്തപുരി തറവാട്ടിലുള്ളവരോട് ഇത്ര വൈരാഗ്യമെന്ന് ആദർശിന് മനസ്സിലാവുകയാണ്ടോ. ശരിയെങ്കിൽ എന്തായാലും ഞാൻ ഇതെല്ലാം മുത്തശ്ശനോട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ പിരിയുകയാണ്ടോ. ഇതെല്ലാം നയനയോട് ആദർശ് പറയുമ്പോൾ നയന ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്ടോ. ആദർശേട്ടാ, എന്തേ പറയുന്നത്? അവന്തിക നാഗേന്ദ്രൻ അങ്കിളിന്റെ മകളല്ലെന്നോ? അതേ നയനെ, അങ്കിളിന് ഇത് മനസ്സിലാവുന്നത് അങ്കിളിനെ മുത്തശ്ശൻ ഇവിടെ നിന്ന് പുറത്താക്കിയപ്പോഴാണ്. അപ്പോൾ ഈ കാര്യം മുത്തശ്ശനുൾപ്പെടെ ആർക്കും അറിയില്ലേ? ഇല്ലായിരിക്കും. അങ്കിൾ പുറത്തായതിനു ശേഷമല്ലേ ഇതറിഞ്ഞത്. പിന്നെ അങ്കിൾ എങ്ങനെ പറയും? ശ്രമിച്ചാലും ഇവിടെയുള്ളവർ കേൾക്കാൻ കൂട്ടാക്കില്ലല്ലോ എന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ. പാവം, ഇതും കൂടി ആയപ്പോൾ അങ്കിൾ ശരിക്കും തകർന്നു പോയിട്ടുണ്ടാവുമല്ലേ ആദർശേട്ടാ എന്ന് നയന ആദർശിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ആദർശിന് സംശയം മാറുന്നില്ല കേട്ടോ. അത്രയും വിശ്വാസമായതിനാലാണ് കോടികൾ വില വരുന്ന നെക്ലസ് അങ്കിളിന്റെ കയ്യിൽ മുത്തശ്ശൻ കൊടുത്തത്. അപ്പോൾ അത് അങ്കിൾ എടുത്തു മാറ്റുമെന്ന് മുത്തശ്ശൻ ഉറപ്പായും വിശ്വസിക്കില്ല. ആദർശിനെ എല്ലാം കൂടി ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ. പിന്നീട് അനിയും നന്ദവും പൊന്മുടിയിലെ റിസോർട്ടിൽ ഒരുമിച്ചാണ് പോയതെന്ന് അനന്തപുരിയിലുള്ളവരും കൂടാതെ ഗോവിന്ദനും കനകയും അറിയുകയാണ് കേട്ടോ. അതിൻ്റെ പേരിൽ രണ്ട് വീട്ടുകാരുടെ ഭാഗത്തു നിന്നും വേണ്ട രീതിയിൽ രണ്ടുപേർക്കും കേൾക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. അനിയെയും നന്ദുവിനെയും കുറച്ച് വിഷമിപ്പിച്ചതിന് ശേഷം മാത്രം ഒന്നിപ്പിച്ചാൽ മതി എന്ന വാശിയിൽ നടക്കുകയാണല്ലോ നവി. ഒരു ദിവസം നന്ദുവിനെ കാണുന്നുണ്ട് കേട്ടോ. തൻ്റെ അമ്മ ഈ ബന്ധത്തിന് സമ്മതം മൂളിയെന്നും അടുത്ത ദിവസം തൻ്റെ വീട്ടുകാരുമായി നന്ദുവിനെ പെണ്ണ് കാണാൻ എത്തുമെന്നും നവീൻ നന്ദുവിനോട് പറയുന്നുണ്ട് കേട്ടോ. തനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമില്ലെന്ന് നവീനോട് എങ്ങനെ പറയുമെന്നോർത്തിട്ട് നന്ദുവിനാകെ ശ്വാസം മുട്ടുകയാണ്. ഇതേസമയം അനിയാകട്ടെ ഉറക്കമില്ലാതെ രാത്രികളിൽ തൻ്റെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നേരം വെളുപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദർശ് നവീൻ്റെ മുത്തശ്ശനുമായി സംസാരിക്കുന്നത്. മുത്തശ്ശ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ മുത്തശ്ശൻ സത്യം പറയുമോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ നരസിംഹ മുത്തശ്ശൻ, നീ എന്താണെന്ന് വെച്ചാൽ ചോദിക്കടാ, അതിന് മുഖവരിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അല്ല, മൂർത്തി മുത്തശ്ശനായിട്ട് നവീൻ്റെ മുത്തശ്ശന് നല്ല ബന്ധമല്ലേ എന്നും നാഗേന്ദ്രനെങ്കിൽ അനന്തപുരിയിൽ നിന്ന് പോകാനുണ്ടായ കാരണവും അറിയുമോ എന്ന് ചോദിക്കുകയാണ്. നരസിംഹ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. അയാൾ നിന്റെ മുത്തശ്ശൻ കൊടുത്ത നെക്ലസിന് പകരം ഇമിറ്റേഷൻ നെക്ലസ് ആണ് സെയിൽ ചെയ്തതെന്നും തന്നെ നാണം കെടുത്തിയെന്നുമൊക്കെയാണ് മൂർത്തി എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുകയാണ്. എന്നാൽ അതല്ല സത്യം മുത്തശ്ശ. അപ്പച്ചിയാണ് ആ നെക്ലസ് മാറ്റിയതെന്നും നാഗേന്ദ്രനെങ്കിൽ നിരപരാധിയാണെന്നും ആദർശ് നാഗേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ നരസിംഹ മുത്തശ്ശനോട് പറയുകയാണ് കേട്ടോ. നാഗേന്ദ്രൻ നല്ലവനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലതവണ മൂർത്തിയുടെ കൂടെ അവനെ ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. അവൻ ഇത് ചെയ്യുമോ എന്ന് ഞാൻ മൂർത്തിയോട് പലതവണ ചോദിച്ചതാ എന്ന് നരസിംഹ മുത്തശ്ശൻ ആദർശിനോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയെങ്കിൽ അപ്പച്ചിയായിരിക്കും ഇതിന് പിന്നിലെന്ന് മുത്തശ്ശന് അറിയാൻ പറ്റില്ലേ? അതെ, അവൾക്ക് വേണ്ടിയാണ് അത് ചെയ്തതെന്ന് നാഗേന്ദ്രൻ അന്നേ സമ്മതിച്ചതല്ലേ എന്ന് നരസിംഹ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിലും അപ്പച്ചിയും അബിയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മുത്തശ്ശൻ അവരെ വാണിംഗ് ചെയ്യാറുള്ളൂ. എന്നാൽ എന്നെയും അതുപോലെ മുമ്പൊരിക്കൽ അച്ഛനെയും പുറത്താക്കിയിട്ടുണ്ട്. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് പറയുമ്പോൾ നരസിംഹ മുത്തശ്ശൻ്റെ മുഖത്ത് ഒരു പേടി ആദർശ് കാണുന്നുണ്ട് കേട്ടോ. മോനെ, നിന്റെ മുത്തശ്ശൻ നിനക്ക് ഓർമ്മ കാണില്ല. നിങ്ങളുടെ ജ്വല്ലറിയിലെ മാനേജറുമായി നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. നാഗേന്ദ്രനെ പോലെ അല്ല, അതിനേക്കാൾ വിശ്വസ്തനായിരുന്നു. ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അവർക്ക് ഒരുമിച്ച് യാത്ര പോവേണ്ടി വന്നു. ആ യാത്രയിൽ മാനേജറിന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അടഞ്ഞു പോകുന്നത് മൂർത്തി മുത്തശ്ശന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എടോ, ഞാൻ ഓടിക്കാം, തനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഏയ് കുഴപ്പമില്ല സാറേ, ഞാൻ ഓടിച്ചോളാമെന്ന് അയാൾ പറഞ്ഞെങ്കിലും മൂർത്തി മുത്തശ്ശൻ നിർബന്ധിച്ച് ആ വണ്ടി ഓടിക്കുകയാണ്. പെട്ടെന്ന് ഒരു മനുഷ്യനെ മൂർത്തി മുത്തശ്ശന്റെ കാറ് ഇടിക്കുകയാണ്. എന്നാൽ അയാൾ അവിടെ വെച്ച് തന്നെ മരിച്ചു പോകും. സാർ, അയാൾ മരിച്ചു എന്ന് മാനേജർ നോക്കിയിട്ട് പറയുമ്പോൾ മൂർത്തി മുത്തശ്ശൻ വെട്ടി വിയർക്കുകയാണ്ടോ. സാർ, നമ്മൾ അറിയാതെ ചെയ്തതാണെങ്കിലും നിയമത്തിന് മുന്നിൽ നമ്മൾ തെറ്റുകാരല്ലേ എന്ന് പറഞ്ഞ് അയാൾ കരയുകയാണ്. മൂർത്തി മുത്തശ്ശൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ മാനേജർ മൂർത്തി മുത്തശ്ശനോട് പറയും, സാർ, ഞാൻ ജയിലിൽ പൊക്കോളാം. സാറിന് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന സാർ ജയിലിൽ പോകരുതെന്ന് പറഞ്ഞ് അയാൾ ആ കുറ്റം ഏറ്റെടുക്കുകയാണ്. മൂർത്തി മുത്തശ്ശൻ വേണ്ടാന്ന് ഒരുപാട് പറയുമെങ്കിലും അയാൾ സമ്മതിക്കില്ല. അയാൾ ഒറ്റ കാര്യമേ മൂർത്തി മുത്തശ്ശനോട് ആവശ്യപ്പെടുകയുള്ളൂ. സാർ, എൻ്റെ മകൾ, എനിക്ക് അവളും അവൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ മകളെ ഞാൻ വരുന്നതുവരെ പൊന്നുപോലെ നോക്കണമെന്ന് അയാൾ മൂർത്തി മുത്തശ്ശനോട് പറയുകയാണ്. അങ്ങനെ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ആ കുട്ടിയെ എടുത്തു വളർത്തുകയാണ്. അതാണ് ജലജ. തനിക്ക് വേണ്ടി ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച അയാളുടെ മകളെ താൻ എങ്ങനെയാണ് അനന്തപുരിയിൽ നിന്നും പുറത്താക്കുന്നത്? ഇനി പുറത്താക്കിയാൽ അവളെ സമൂഹം കുറ്റക്കാരിയാണെന്നല്ലേ കാണൂ. തന്നെ മാത്രം വിശ്വസിച്ചേൽപ്പിച്ച ആ മാനേജറെ ഓർത്ത് മുത്തശ്ശന് ജലജയോട് ക്ഷമിക്കാനേ കഴിയുമായിരുന്നുള്ളൂ. നാഗേന്ദ്രൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായിട്ടും മൂർത്തി മുത്തശ്ശൻ മനസ്സോടെ നാഗേന്ദ്രനെ പുറത്താക്കുകയായിരുന്നു. നാഗേന്ദ്രനോടുള്ള ദേഷ്യത്തേക്കാൾ ഈ കാര്യങ്ങൾ എല്ലാവരും അറിയുമെന്നുള്ള ഭയമാണ് മൂർത്തി മുത്തശ്ശനെ നാഗേന്ദ്രനോടുള്ളത്.
ഇതറിഞ്ഞ ആദർശ് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്